നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലായടി പെണ്ണെ. ഈ ഡയലോഗ് നിങ്ങൾ ഓർത്തുണ്ടാവും. ശ്രീനിവാസൻ പറയുന്നതാണ്, നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലായടി പെണ്ണെ. അതായത് എനിക്കൊന്ന് പട്ടണപ്രവേശം എന്ന് പറഞ്ഞ സിനിമയിലാണ് മറ്റേ ശ്രീനിവാസൻ വേഷം മാറി പോവല്ലോ, വേഷം മാറി പോയിട്ട് അവിടെ നിന്നുള്ളൊരു സീനാണത്. ഈ സീൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചേരുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രംപിനാണ്. അതായത് ട്രംപ് ഇപ്പൊ പറയുന്ന കാര്യം, ഇറാനുമായിട്ടൊരു കരാറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കണം എന്നാ പറയുന്നത്. ആരോടാ പറയുന്നത്? മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളോട്. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, ഈ രാജ്യങ്ങളുടെ പേര് അവര് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ ഇത്തരം രാജ്യങ്ങള് ഇസ്രായേലിനെ അംഗീകരിക്കണം. ഇസ്രായേലിനെ അംഗീകരിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള സമാധാന കരാറിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇറാനും അതേപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കരാർ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റീജിയൻ വളരെ ബ്യൂട്ടിഫുൾ റീജിയൻ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇപ്പോ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചാട്ടം എങ്ങട്ടാണ്? എന്തിനാണ് ഇവിടെ ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയേ എന്നുള്ളതിനെ നമുക്കൊന്ന് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ വായിച്ചു നോക്കി കഴിഞ്ഞാല് നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇത് എന്റെ ഒരു അനാലിസിസ് ആണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് സൗദി അറേബ്യയുടെ ഒക്കെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതായത് ഫലസ്തീനെ അംഗീകരിച്ചാൽ മാത്രമേ ഇസ്രായേലിനെ അംഗീകരിക്കത്തുള്ളൂ എന്ന ശക്തമായ നിലപാട് ആർക്കുണ്ട്? സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. അതിനിടയ്ക്ക് ഈ പറയുന്ന ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുവൈത്ത് ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ UAE ഉണ്ട്. എന്തായാലും UAE പിന്നെ വേറൊരു രാജ്യം കൂടെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആരും അംഗീകരിച്ചിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ നിലപാട് എന്ന് പറയുന്നത് ഫലസ്തീനെ അംഗീകരിച്ചാൽ മാത്രമേ ഇസ്രായേലിനെ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഒരു നോർമൽ സിനാരിയോയില്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനാരിയോയില് നിങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കണം, അബ്രഹാം അക്കോർഡിൽ നിങ്ങൾ സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ സൈൻ ചെയ്യേണ്ടതും ഇവർക്ക് അതിനെ അംഗീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. പകരം ഇത് അംഗീകരിക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ്, അവരുടെയും കൂടെ നീഡാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തില് അവർക്കും ഇങ്ങനെ ഒരു അക്കോർഡിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരിക. അപ്പോ ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട്, ഈ രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു ശത്രുവിനെ മുന്നിൽ വെക്കുകയും ഇറാനുമായിട്ടുള്ള മുന്നേ ഉണ്ടായിരുന്ന കരാറുകളിൽ നിന്നെല്ലാം അമേരിക്ക പുറകോട്ട് പോയി ഇറാനുമായിട്ട് മറ്റൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇറാന്റെ പുറകിൽ കൂടെ പോയിട്ട് കുത്തി. അപ്പൊ ഇറാൻ എന്ത് ചെയ്തു? ആ റീജിയനെ തന്നെ മൊത്തത്തിൽ കയോട്ടിക് ആക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറ്റി. അതായത് സൗദി, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, UAE പോലെയുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലെയും ഇറാൻ എന്ത് ചെയ്തു? ആക്രമണം അഴിച്ചുവിട്ടു. ഇവരുടെ എണ്ണ ഇവർക്ക് ലോകത്തിൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. ക്രൂഡ് ഓയിലിന്റെ വില കൂടി. ഖത്തറിനും ബഹ്റൈനും കുവൈത്തിനൊക്കെ ഹോർമൂസിലൂടെ അല്ലാണ്ട് എണ്ണ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു. ഫോഴ്സ് മജൂറെ പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു. അപ്പോ ഇവിടെ ഇപ്പോ പന്ത് കടക്കുന്നത് ആരുടെ കോട്ടിലാണ്? ഇറാന്റെയും അമേരിക്കയുടെയും കൂടെ കോട്ടിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോ ഇതിനകത്ത് അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താവും? ആ റീജിയൻ സമാധാനത്തിലേക്ക് പോവും. സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ആ റീജിയൻ ഫ്ലറിഷ് ആവത്തുള്ളൂ. ആ റീജിയൻ കയോട്ടിക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എടുത്തിട്ട് ഇനി ഈ പ്രശ്നം തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യണം എന്ന് പറയാ. എങ്ങനെയുണ്ട് കളി? എന്തൊരു ബുദ്ധിയാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇറാനും ഇപ്പൊ ഇന്ത്യയിലുള്ള മറ്റേ വൈസ് പ്രസിഡന്റ് അടക്കം, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, കരാറ് ഏകദേശമൊക്കെ തീരുമാനമായി, കരാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ഇറാന്റെ വിദേശ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നതിലാണ് ഇപ്പൊ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന. 60 ദിവസത്തെ കരാറ്, 60 ദിവസത്തെ വെടിനിർത്തൽ വരുന്ന സമയത്ത് ആ 60 ദിവസത്തിന്റെ ഉള്ളില് എൻറിച്ചഡ് യുറേനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം എന്നുള്ളതൊക്കെ വരുമ്പോഴാണ് ഇപ്പൊ വന്ന് പറയണേ, നിങ്ങള് അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളൊക്കെ തീരും, നിങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കണം എന്നുള്ള ഒരു കാര്യം.
എങ്ങനെ കിടക്കുന്നു കളികൾ എന്നുള്ളതാണ്. എങ്ങനെയാണ് ട്രാപ്പാക്കുന്നത് എന്നുള്ളൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യ ബേസിക്കലി ഈ സാധനത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ തിരിച്ചറിയലിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യ, എനിക്ക് തോന്നുന്നു, ഇറാനുമായിട്ടുള്ള കരാറിലേക്കും അതേപോലെ തന്നെ ഈ സൗദി അറേബ്യയുടെ സെക്യൂരിറ്റിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനൊക്കെ ചുമതലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അപ്പൊ ഇത് സൗദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UAE ഓൾറെഡി അവരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. പിന്നെ പാകിസ്ഥാനും അതേപോലെ തന്നെ തുർക്കിനെയും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനും തുർക്കി എന്നൊക്കെ പറയുന്നത് ഈ രാജ്യങ്ങളുടെ, ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആണ്. അപ്പോ അവര് ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാലും അമേരിക്കക്ക് ബദലായിട്ട് നിന്ന് കഴിഞ്ഞാലും ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഈ അബ്രഹാം അക്കോർഡ് നടക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയും കൂടെ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് എന്താ ഇപ്പൊ സംഭവിക്കുക? സത്യത്തിൽ അബ്രഹാം അക്കോർഡിനെ അംഗീകരിച്ച് ഇസ്രായേലിന് ഒരു ഫ്രീ ആക്സസ് ഈ രാജ്യങ്ങളിലേക്ക് ഉണ്ടാവുകയും അവിടെ കുറെ സ്പൈ നെറ്റ്വർക്ക് വരും, അങ്ങനെ ആ രാജ്യം കുട്ടിച്ചോറാവും. അതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നം നടപ്പിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ഓൾറെഡി ഈ പറയുന്ന രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അത് സൗദി അറേബ്യ ആണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രസ്താവന വന്നപ്പോഴും സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഫലസ്തീൻ അംഗീകരിക്കാതെ ഇത് നടപ്പിലാവില്ല, ഈ ഒരു കാര്യത്തിന് ഞങ്ങൾ അംഗീകരിക്കില്ല, ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് സൗദിയുടെ ഇപ്പോഴത്തെയും പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ജനാധിപത്യ രാഷ്ട്രങ്ങളല്ല, ഇതെല്ലാം ഒരു ഓട്ടോക്രാറ്റിക് കൺട്രീസ് ആണ്. ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. അപ്പോ ഇതിനിടക്കൂടെ ഈ ഇസ്രായേലിനെ അംഗീകരിക്കുക, ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണെന്നുള്ളതാണ് ഈ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.